24 മണിക്കൂറിൽ ഒരു 12 മണിക്കൂർ നമ്മൾ മാറ്റിവെച്ചാൽ ഈ ജൂണിലെ CMA എക്സാമിനേഷനും മെയിലെ CA ഇന്റർനെറ്റ് എക്സാമിനേഷനും നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി എങ്ങനെ 12 ഹവേഴ്സ് നമ്മൾ അലോക്കേഷൻ ചെയ്യണം? സാർ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല സാർ, ഒരു 2 മണിക്കൂർ ഇരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ആണ് സാർ, അതെങ്ങനെ നമുക്ക് ഡെയിലി ടൈം ടേബിൾ അലോക്കേഷൻ ചെയ്യാൻ പറ്റും? ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആണ്, വായിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നു. ഡിസ്ട്രാക്ഷൻസ് ഈസ് എന്താ പറയുക, അത് ഭയങ്കര വലിയൊരു സംഭവമാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ 12 ഹവേഴ്സ് നമുക്ക് അലോക്കേഷൻ ചെയ്തിട്ട് ഈ അറ്റംപ്റ്റ് തന്നെ ഇനി ഒരു അറ്റംപ്റ്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എത്ര ഹവേഴ്സ് ആണ്. സോ ഇവിടെ നമുക്ക് പഠിക്കുന്ന കറണ്ട് ഹവേഴ്സ് എത്രയാണ്, അത് നമ്മൾ ആദ്യമേ എന്താണ് ഒന്ന് അനലൈസ് ചെയ്യണം. കറണ്ട് ഹവേഴ്സ് എത്രയാണ്? ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ഹവേഴ്സ് തന്നെ 12 ഹവേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല, കാരണം എന്താണ്, നിങ്ങൾക്ക് 12 ഹവേഴ്സ് നിങ്ങൾ 14 ഹവേഴ്സിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ 12 ഹവേഴ്സ് പഠിക്കുന്ന എല്ലാവർക്കും നല്ലപോലെ തന്നെ മുന്നോട്ട് പോവുക. ഇനി അതിൽ കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെ 12 ഹവേഴ്സ് കൊണ്ടുവരാം? സാറേ 12 ഹവേഴ്സിൻ്റെ ഒക്കെ ആവശ്യം നമ്മൾക്കുണ്ടോ? ഇവിടെ ഹവേഴ്സ് വരുന്നതിൻ്റെ ബേസിസ് എത്ര ഗ്രൂപ്പ് നിങ്ങൾ എഴുതുന്നുണ്ട് അതിൻ്റെ അനുസരിച്ചിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പാണ് എഴുതുന്നെങ്കിൽ 8 ഹവേഴ്സൊക്കെ മതി. പക്ഷെ നിങ്ങൾ 2 ഗ്രൂപ്പ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 12 ഹവേഴ്സ് എന്താണ്? ഈ 12 ഹവേഴ്സ് ഞാൻ പറയാൻ കാരണം, സാറേ 12 മണിക്കൂർ ഇരുന്നാൽ പോരാ, അപ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ ഇരിക്കണം? അപ്പോൾ ഈ 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ സ്റ്റഡി ടൈമാണ്, ഇരിക്കുന്ന സമയമല്ല. നമ്മൾ പറയത്തില്ലേ ഉറങ്ങാൻ ഞാൻ സാർ 10 മണിക്കൂർ കിടക്കുന്നുണ്ട് സാർ, പക്ഷേ ഉറക്കം കിടന്ന് കിട്ടുന്നത് വെറും 6 മണിക്കൂർ മാത്രമാണ് എഫക്റ്റീവായിട്ട് കിട്ടുക. അപ്പോൾ കിടക്കുന്ന എത്ര മണിക്കാണ്? വെറും 6 മണിക്കൂർ മാത്രമാണ്. അതേപോലെ തന്നെ എഫക്റ്റീവായിട്ട് എങ്ങനെ 12 മണിക്കൂർ പഠിക്കുക? അപ്പോൾ സെൽഫ് അനലൈസ് ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഞാൻ ഇപ്പോൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് അത് നോക്കുക. അത് അനലൈസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അലോക്കേഷൻ ചെയ്യുന്ന സെറ്റിംഗ് ഓഫ് ഹവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വേഴ്സസ് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എഫിഷ്യൻ്റ് ഹവേഴ്സ് എത്രയുണ്ട്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ അലോക്കേഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ അലോക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാലം നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പറയുകയാണ് ഞാൻ 16 മണിക്കൂർ പഠിക്കും സാർ, എപ്പോൾ ഫുഡ് കഴിക്കും, എപ്പോൾ ഉറങ്ങും? നമ്മളുടെ 24 മണിക്കൂറിൽ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നേ? നമ്മളൊരു 7 ഹവേഴ്സ് ഉറങ്ങുന്നു. ഇവിടെ 7 ഹവേഴ്സിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉറങ്ങാൻ കിടന്നാൽ സാർ 1 മണിക്കൂർ ഇങ്ങനെ ആലോചനയാണ് സാർ. അപ്പോൾ ആദ്യമേ ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണം. കാരണം അവിടെ നമുക്ക് ഡെയിലി 1 അവർ നഷ്ടപ്പെടുകയാണ്. നമ്മളിപ്പോൾ 10 മണിക്ക് കിടന്നു, രാവിലെ എന്താണ് നമ്മളിപ്പോൾ ഒരു 6 മണിക്ക് എണീക്കുമ്പോൾ നമുക്ക് 8 മണിക്കൂർ ഗ്യാപ്പ് കിട്ടും. പക്ഷേ എനിക്ക് ഉറങ്ങുന്ന സാർ 12 മണി കഴിയാതെ ഉറങ്ങാൻ പറ്റില്ല. സോ ഫൈൻഡ് ഔട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉറക്കം വരുന്ന സമയം ഏതാണ്. ഈ ഒരു എക്സാം ടൈമിൽ ഈ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം എന്ന് പറയുന്നത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂറേഷൻസ് ആയാലും പ്രശ്നമില്ല. സാർ എനിക്ക് എല്ലാവരും പറയുന്നു സാർ 10 മണിക്ക് കിടക്കണം, അതുകൊണ്ട് ഞാൻ 10 മണിക്ക് കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. നിങ്ങൾക്ക് 12 മണിക്കാണ് ഉറക്കം വരുന്നത്. ഓക്കെ, 12 മണിക്ക് കിടന്നോ, നമുക്ക് എഫക്റ്റീവ് ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് മാത്രം പോരെ. അപ്പോൾ നമ്മൾ 24 ഹവേഴ്സിൽ 7 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്. നമുക്ക് ഇനിയും 17 ഹവേഴ്സ് നമുക്ക് ബാക്കിയുണ്ട്. 17 ഹവേഴ്സിൽ അപ്പോൾ നമ്മൾ ഹവേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബ്രേക്ക് എടുക്കുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കണം. ഇതല്ലാതെ നമ്മുടെ എക്സ്ട്രാ കുറേ നമ്മൾ ഡെയിലി വർക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചില വർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. അതിൻ്റെ അകത്ത് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ ഒരു 3 മാസം നല്ലപോലെ ഫുഡ് കഴിച്ചാൽ എന്താണ്, വയറിന് എപ്പോഴും എന്താണ്, നല്ല വയറ് നിറഞ്ഞിരുന്നാൽ നല്ലപോലെ നമുക്ക് ഉറക്കം വരും. അപ്പോൾ എപ്പോഴും സ്റ്റേ ഹംഗ്രി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് വിശപ്പാണെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. ഞാനിത് പഠിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പോൾ മിനിമൽ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 3 മാസം. സാർ ഇതൊക്കെ ചെറിയൊരു കാര്യമല്ലേ? അല്ല, വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഹവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫുഡ് മിനിമൽ ആകുക. ഇനി ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമാണ് നല്ലപോലെ ലാവിഷായിട്ട് ഓർത്ത് വെക്കുക. ഈ ഫുഡ് കഴിച്ച കണക്കൊന്നും ആരോട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പാസ്സായത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ കുറേ ഫുഡ് കഴിക്കാൻ സമയം എടുത്തു, അതുകൊണ്ട് ഞാൻ ഫെയിലായി. ആരോട് പറയും നമ്മൾ? അതുകൊണ്ട് എന്ത് ചെയ്യുക? മിനിമൽ ഫുഡ് കഴിച്ചിട്ട്
പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് കഴിക്കാൻ എത്ര മിനിറ്റ് വേണം? 15 മിനിറ്റ് സമയം മതി. നമ്മുടെ ലഞ്ച് ബ്രേക്ക് 1 മണിക്കൂറാണ്. ആ 15 മിനിറ്റിൽ ബാക്കി മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു? 45 മിനിറ്റ്സ് ആണ്. നമ്മളതൊരു 30 ദിവസം 90 ദിവസം ആഡ് ചെയ്തേ എത്ര മണിക്കൂർ അവിടെ നഷ്ടപ്പെടുന്നത് അല്ലേ? നമുക്ക് ഒരു എൻറ്റയർലി ഒരു സബ്ജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള മണിക്കൂറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് ഹവേഴ്സിൽ നമുക്ക് എന്താണ് ഇതിനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ അലോക്കേഷൻ ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് ഹവേഴ്സിൽ ഇപ്പോൾ നമുക്ക് അതിനെ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നോർമലി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയും അല്ലെങ്കിൽ 2 മണി വരെ എപ്പോഴാണോ ലഞ്ച് കഴിക്കുന്നത് അതൊരു സെറ്റാണ്. രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണി തൊട്ട് എന്താണ് നമുക്ക് രാത്രി 10 മണി വരെ നമ്മളിപ്പോൾ നമ്മളോട് 8 മണിക്കൂർ സമയം നമ്മളിവിടെ കൊടുത്തു. 8 മണിക്കൂർ കൊടുത്തു, 7 മണിക്കൂറല്ല 8 മണിക്കൂർ കൊടുത്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഒരു 8 hours നമുക്ക് എന്താണ് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണം. 8 hours. ഇതിൻ്റെ അകത്ത് നമുക്കൊരു 4.5 hours ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര മണിക്കൂറായി? നമുക്ക് 12.5 hours നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ടോട്ടലി നമുക്ക് എന്താണ് 12.5 hours ആയി. സാർ ഇത് നാളെ തൊട്ട് ഞാൻ 12.5 നടക്കില്ല. എപ്പോഴും നോക്കുക കറണ്ട് ഹവേഴ്സ് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം ഇപ്പം നിങ്ങളുടെ ഹവേഴ്സ് 5 hours ആണെന്ന് വെച്ചോ ഡെയിലി. നാളെ തൊട്ട് സാർ എന്നാ സാറിൻ്റെ വീഡിയോ കണ്ട് മോട്ടിവേഷനായി ഞാൻ നാളെ തൊട്ട് അങ്ങോട്ട് 12 മണിക്കൂർ പഠിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി എന്താണ് നമ്മൾ കൈസൻ സിസ്റ്റം, ജപ്പാൻ ഒരു സിസ്റ്റം ഉണ്ട്, കൈസൻ സിസ്റ്റം. കുറച്ച് ചെയ്ത് പോകും. നാളെ 12 മണിക്കൂർ എടുത്താൽ ചിലപ്പോൾ ഇന്നത്തെ മോട്ടിവേഷൻ നാളെ നമ്മൾ ഇരിക്കും. മറ്റന്നാൾ ഡെയിലി എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതും പിന്നെ കണ്ട് ബോറടിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇന്ന് 5 hours ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നാളെ വെറും 15 to 30 minutes ആഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വ്യത്യാസം? 10 മണി 10:30 വലിയ വ്യത്യാസമില്ല. ഇങ്ങനെ പോയി നിങ്ങൾക്ക് 12, 14 ഒരു മണിക്കൂർ അല്ലാത്ത രീതിയിലാണ്. ഇന്ന് 14 മണിക്കൂർ ഞാൻ പഠിച്ചോ അങ്ങനെ നിങ്ങൾക്ക് തോന്നണം. അതായത് ഒരു വിഷയമല്ല എന്ന രീതിയിൽ തോന്നണം. അവിടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എന്താണ് നമുക്കത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് 8 hours മതി എന്ന രീതിയിൽ പറയാൻ കാരണം നിങ്ങൾക്ക് ഫുഡിൻ്റെ സമയമുണ്ട്, ബ്രേക്കിൻ്റെ സമയമുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വളരെ നല്ല രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കിൽ വരുന്ന വലിയൊരു സംഭവമാണ് വാട്ട് ഈസ് യുവർ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മെജോറിറ്റി അറിയാം സാർ ബ്രേക്കിന് വേണ്ടി ഞാൻ നല്ലൊരു പാട്ട് കേൾക്കും, പിന്നെ അവസാനം യൂട്യൂബ് അടുത്തൊരു പാട്ട് സജസ്റ്റ് ചെയ്യും, പിന്നെ അത് കേട്ട് എന്താണ് അവസാനം അതിൻ്റെ പുറകെ പോകും സാർ. അതുകൊണ്ട് തന്നെ ബ്രേക്ക് നല്ലപോലെ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം. എങ്ങനെ അത് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ബ്രേക്കിന് ഒരു ന്യൂസ് കാണുമെന്ന് വെച്ചോ, അവിടെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്. വാട്ട് ഈസ് മീനിങ് ഓഫ് ബ്രേക്ക്? യു ഷുഡ് നോട്ട് വർക്ക് യുവർ ബ്രെയിൻ. എന്ത് നോക്കുക? ചുമ്മാ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക. അതായത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ എന്താണ് തിങ്കിങ് വരുന്ന ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഫസ്റ്റ് ഡിസ്ട്രാക്ഷൻ കൊടുക്കാൻ പറ്റും നമുക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ 3 മാസത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അൺഇൻസ്റ്റാൾ ചെയ്യുക, എടുത്ത് മാറ്റി വെക്കുക. 3 മാസത്തിന് ശേഷം നിങ്ങളൊരു എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് എങ്ങനെ പറയാ, ആ ഒരു സംഭവം അത് വേണം. അല്ലാതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് സാറേ ഞാൻ സോഷ്യൽ മീഡിയ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, എന്നാലും ഡിസ്ട്രാക്ഷൻസ് വരുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് ഉള്ള സമയത്ത് എന്ത് ചെയ്യാം? ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കാം. ചുമ്മാ നോക്കിയിരുന്ന് ഒന്നും ആലോചിക്കേണ്ട. ഇത് നടക്കാൻ പോണോ? നടന്നോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആൾറെഡി നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാം. ഇങ്ങനെ ആ ബ്രേക്കിനെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ബ്രേക്ക് എന്ന് പറഞ്ഞ് 5 മിനിറ്റോട് തിരിച്ചു വരാൻ പറ്റുന്നില്ലേ? ആ ബ്രേക്കിനെ ഒരു സ്റ്റഡീസ് ആയിട്ട് വെക്കുക. ചുമ്മാ നടക്കുമ്പോൾ എന്തെങ്കിലും കേൾക്ക്, ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചുമ്മാ കേൾക്കണം. ആ ഷോർട്ട് നോട്ട്സ് ചുമ്മാ ഒന്ന് വായിക്കുക. എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ആ ബ്രേക്കിനെ നല്ലപോലെ ഒപ്റ്റിമൈസ് ചെയ്യണം. ചില സമയത്ത് ഡിസ്ട്രാക്ഷൻ നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആണെങ്കിൽ, ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പോസിറ്റീവായിട്ട്. ചില ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വായതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ കട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഡിസ്ട്രാക്ഷനിലേക്ക് വീണതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡിസ്ട്രാക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. മൊബൈൽ എടുത്താലല്ലേ പ്രശ്നമുള്ളൂ, മൊബൈൽ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യുക? എവിടെയും തട്ടുപുറത്ത് കൊണ്ടേ മൊബൈൽ വെക്കുക. പിന്നെ ആ തട്ടുപുറത്ത് കയറണമല്ലോ എന്ന് ഓർത്തിട്ട് ആ മൊബൈൽ എടുക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ഫാമിലി, ഫ്രണ്ട്സ് ഒരു 3 മാസങ്ങൾ മാറി നിന്നിട്ട് നിങ്ങൾ ജയിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് മതി നിങ്ങളുടെ ഫാമിലിക്ക്. സോ എപ്പോഴെന്താണ് ഒന്ന് മാറി നിൽക്കുക. വീട്ടിൽ കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ആണ്, ഇതിൽ വർക്ക് വന്നുകൊണ്ടേ ഇരിക്കും സാർ. മാറി നിൽക്കുക. കുറച്ചൊരു 3 മാസം ഫാമിലിയുടെ കടയിൽ ഒരു പ്രശ്നവും സംഭവിക്കാനില്ല. കാരണം നമ്മളുടെ ജയം, നമ്മളുടെ സക്സസ് ആണ് നമ്മളുടെ ഫാമിലി എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ എന്താണ് മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഡിസ്ട്രാക്ഷൻസിലെ ഇനി ഒരു ഡിസ്ട്രാക്ഷൻ ആണ്
നമ്മൾ അലാം എന്ത് ചെയ്യുന്നത്, സ്നൂസിങ് ചെയ്യുന്നത്. എൻ്റെ പൊന്നു സാറേ, ഇത് സ്നൂസ് ചെയ്യാതെ എനിക്ക് ഒരു ദിവസം എണീക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 മണിക്ക് അലാം വെച്ചാൽ നിങ്ങൾ പിന്നെ സ്നൂസ് ചെയ്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 8 മണിക്ക് അലാം വെക്കുക. 8 മണിക്ക് അലാം വെക്കുക രാവിലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 6 മണിയാകുമ്പോൾ ഉറക്കം തെളിയുന്നു. പിന്നെ നിങ്ങൾ എന്താണ് സ്നൂസ് ചെയ്യുന്നപ്പോൾ 8 മണിക്ക് അലാം വെച്ചോ, നിങ്ങൾ 6 മണിക്ക് എണീക്കുന്നു. അയ്യോ, ഞാൻ ഇന്ന് പെട്ടെന്ന് എണീറ്റു. എന്താണ്, അലാം അടിക്കുന്നേക്കാൾ മുമ്പ് എണീറ്റു. ദാറ്റ് ഈസ് എ പോസിറ്റീവ് ആണ്. കാരണം അലാം അടിച്ചതിന് ശേഷം സ്നൂസ് ചെയ്യുമ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ ശരിയാണ്, റിഗ്രറ്റ്, ഞാനത് ചെയ്തു പോയി. സോ വാട്ട് യു ഹാവ് ടു ഡു, അലാം മുമ്പിലേക്ക് വെച്ചിട്ട് നേരത്തെ എണീക്കുക. സോ നിങ്ങൾ നേരത്തെ എണീറ്റു, അലാമിനേക്കാൾ മുമ്പ് സ്നൂസിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ ചെറിയ 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 എന്താണ് ടെക്നിക്കാണ്. നിങ്ങൾക്ക് ചില സമയത്ത് എന്താ ചില അലാംസ് ഉണ്ട്, കുറെ മാത്തമാറ്റിക്കൽ ഈക്വേഷൻസ് സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഈ അലാം ഓഫ് ആവുകയുള്ളൂ. അങ്ങനത്തെ ടെക്നിക്കൽസ് യൂസ് ചെയ്യും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. സാർ, എനിക്ക് എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു അലാം സിസ്റ്റം എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് 5 മിനിറ്റെങ്കിലും 1 മണിക്കൂറിൽ ബ്രേക്ക് എടുക്കണം. അത് ബ്രേക്ക് എന്ന് പറയുമ്പോൾ അത് യൂഷ്വൽ ബ്രേക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ അവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, നമ്മൾ ഡെയിലി എന്താണ് എന്തെങ്കിലുമൊക്കെ പുതിയ ചാലഞ്ചസ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കണം. പുതിയൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സംഭവമായിരിക്കാം. സോ ട്രൈ ന്യൂ തിങ്സ്. എപ്പോഴും എന്താണ് പുതിയ കാര്യങ്ങൾ നമ്മൾ എന്താണ് കൊണ്ടുവരാൻ ശ്രമിക്കണം. പുതിയൊരു മെത്തഡ് ഓഫ് സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു രീതി, അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കാം. എഫക്റ്റീവ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, പുതിയൊരു കൺസെപ്റ്റ് ആയിരിക്കാം. ഔട്ട് ഓഫ് സിലബസ് വിട്ട് നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ എന്താണ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പ്യോർലി നമ്മൾ സിലബസിനെ ഫോക്കസ് ചെയ്താൽ മതി. അതിനൊരു പുതിയൊരു മെത്തഡ് ഓഫ് അപ്രോച്ച് ആയിരിക്കാം, ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു രീതി എന്താണ് നല്ലപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മളുടെ സെലക്ടിങ് ഓഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. കാരണം നമുക്ക് തന്നെ അറിയാം, തിയറി പേപ്പർ ആണെങ്കിൽ പോസ്റ്റ് ലഞ്ച് ഉറപ്പായിട്ട് നല്ല സ്നേഹമായിരിക്കും നമ്മളുടെ തിയറി പേപ്പറുമായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏറ്റവും ഡിസ്ട്രാക്ഷൻ ആകുന്ന സമയത്തും ഏറ്റവും മടുപ്പ് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഡയറക്റ്റ് ടാക്സ് ഭയങ്കര ഇഷ്ടമാണോ അത് ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഇഷ്ടമാണോ അത് നല്ലപോലെ ചെയ്യുക. ഇനി ലോയാണ് ഇഷ്ടമെങ്കിൽ ലോ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അതായത് രാവിലെ എണീറ്റ് വരുന്ന ആ ഒരു സമയവും പോസ്റ്റ് ലഞ്ച് പീരീഡും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വൈകുന്നേരം എന്താണ് നമുക്കൊന്ന് കുളിച്ച് ഒരുങ്ങി വന്ന ശേഷം പിന്നെ ഒരൊറ്റ ഫ്ലോ ആണ് സാർ രാവിലെ പഠിക്കണോ വൈകുന്നേരം പഠിക്കണോ, നിങ്ങളുടെ ഏതാണോ ഏറ്റവും നല്ല സമയം നിങ്ങൾക്കും തോന്നുന്നത് ആ സമയത്ത് പഠിക്കുക. 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. നെക്സ്റ്റ്, അതുകൊണ്ട് തന്നെ സെലക്ട് നിങ്ങൾ സബ്ജക്ട് ഞാൻ പറയുന്നില്ല, ഏത് സബ്ജക്ട് എടുക്കണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ്, നിങ്ങൾ നൈറ്റ് പഠിച്ചിട്ട് നിങ്ങൾ ബുക്ക് ഡോണ്ട് ക്ലോസ് യുവർ ബുക്ക് എന്ന് പറയും. ഇത് ചെറിയൊരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ സംഭവം മാത്രമാണ്. ഡോണ്ട് ക്ലോസ് യുവർ ബുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇപ്പം നിങ്ങൾ തലേദിവസം വായിച്ചതിന് ശേഷം പുസ്തകം എല്ലാം അടുക്കി പറക്കി അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പുതിയൊരു തുടക്കമാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലൊരു സംഭവമല്ല. കാരണം ഒരു കണ്ടിന്യൂറ്റി വേണം. നമ്മൾ ഈ വലിയ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, അവരെപ്പോഴും ഒരു കണ്ടിന്യൂറ്റി അവിടെ വെച്ചിട്ടുണ്ടാവും പിറ്റേ ദിവസം രാവിലെ അത് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേന അവിടെ വെക്കണം. നാളെ രാവിലെ ഇതാണ്, അതായത് ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് നമ്മൾ ഫീൽ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, 3 മാസം കൊണ്ട് ഈ യുദ്ധം കഴിയുകയുള്ളൂ. ഈ യുദ്ധം 3 മാസം കൊണ്ടേ കഴിയുകയുള്ളൂ. ഒരു ദിവസം രാത്രിയും കൊണ്ട് കഴിയുകയില്ല. അത് കണ്ടിന്യൂസ് ആണ്. ഞാൻ തീർന്നിട്ടില്ല, എൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഐ എം ഇൻകംപ്ലീറ്റ് ആണ് എന്ന് എപ്പോഴും മനസ്സിൽ എന്താണ് ഒരു സംഭവം വേണം. അതുകൊണ്ട് ഫുള്ള് ബുക്ക് ക്ലോസ് ചെയ്യരുത്. തുറന്ന് വെച്ചാലും പ്രശ്നം ഒന്നും തന്നെ ഇല്ല. സം കൈൻഡ് ഓഫ് മിത്സ് ഉണ്ട്, അതൊക്കെ വിട്ടേക്ക്. നമ്മൾ തൽക്കാലം എന്താണ് നിങ്ങളുടെ കണ്ടിന്യൂറ്റി എപ്പോഴും തുറന്ന് വെക്കുക, അല്ലെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇപ്പൊ ഇൻകംപ്ലീറ്റ് ആയി, സമയമായി കിടക്കണം, ഇൻകംപ്ലീറ്റ് ആയി അവിടെ വെച്ചേക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. സോ ദ മെന്റാലിറ്റി, ദ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാർ, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് എല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ഒരു 30 നമ്മൾ എന്താണ് ഒരു പ്ലാൻ ആക്കണം. അതായത് അവസാനം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല 30 മിനിറ്റ്സ് നമ്മൾ ഡെയിലി ഇൻക്രീസ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ആ ദിവസത്തെ ഫുള്ള് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കണം, ഇന്ന് എനിക്ക് എവിടെയാ 30 മിനിറ്റ്സ് പോയത്. സാർ പറഞ്ഞു ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഇൻക്രീസ് ചെയ്യണം. ഇന്ന് എവിടെയാണ് പോയത്? ഞാൻ ഫുഡ് കഴിക്കാൻ ഒരുപാട് സമയം എടുത്തു, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടുകാർ വന്ന് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചോ. ഐഡന്റിഫൈ യുവർ മിസ്റ്റേക്ക്. അതിനുശേഷം പിറ്റേ ദിവസം ആ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇതെല്ലാമാണ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസമൊക്കെ പാളിപ്പോകും, വിട്ടേക്ക്. ഇപ്പോൾ ഒരു ദിവസം സാർ എനിക്ക് സിനിമ കാണാൻ തോന്നി, സാർ ഞാൻ സിനിമ കണ്ടു, സാർ അയ്യോ എല്ലാം പോയി, അയ്യോ ടെൻഷൻ അടിക്കല്ലേ, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എന്താണ് അച്ചീവ് ചെയ്ത പോലെ 100% പെർഫെക്ഷൻ കൊണ്ട് നിൽക്കല്ലേ. ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ നിങ്ങൾ 14 hours ആണെങ്കിൽ 17 hours ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എനിക്ക് ചില സമയത്ത് ചില പിള്ളേർക്ക് എന്താണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും,
ചില പിള്ളേർക്ക് എന്താണ് കുറച്ച് ലേറ്റ് ആകുക. അപ്പോൾ ആക്സെപ്റ്റ് യുവർ സെൽഫ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണ് കുറച്ച് സമയം കൂടി പോയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ നല്ലപോലെ പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലേക്ക് വരുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്താണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ CMA ഇന്ററിന്റെ ലോയുടെയും CA ഇന്ററിന്റെ ലോയുടെയും റെക്കോർഡ് ക്ലാസ്സസ് ഈ അടുത്ത വരുന്ന എക്സാമിനേഷൻ നമ്മൾ ഫുൾ മെറ്റീരിയൽ കവർ ചെയ്താക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ എന്താണ് മെസ്സേജ് അയക്കുക. അപ്പോൾ നല്ലപോലെ പഠിക്കുക. അടുത്ത നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓൾ ദ വെരി ബെസ്റ്റ്.